ചെന്നൈ പ്രളയദുരിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ജയിൽ വകുപ്പിന്റെ സഹായഹസ്തം. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി 1.5 ലക്ഷം ചപ്പാത്തി അയച്ചു കൊടുക്കാൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചു. സ്ഥാനമൊഴിയുന്നതിന് തൊട്ടുമുൻപ് ജയിൽ മേധാവി ലോക്നാഥ് ബെഹ്റയാണ് ദുരിതാശ്വാസത്തിൽ ജയിൽ വകുപ്പിന്റെ സഹായം നൽകാൻ തീരുമാനിച്ചത്. ജയിൽ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ തീരുമാനത്തിൽ അതൃപ്തനാണെങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഈ വിവാദങ്ങളൊന്നും ബാധിക്കില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സ്ഥാനമൊഴിയുന്ന ജയിൽ മേധാവി ലോക്നാഥ് ബെഹ്റ. ചെന്നൈ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ജയിൽ വകുപ്പിന്റെ സഹായം എത്തിക്കാൻ ജയിലിൽ നിന്ന് സ്ഥലം മാറ്റിയ സർക്കാർ തീരുമാനം വന്ന ശേഷം ലോക്നാഥ് ബെഹ്റ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി 1.5 ലക്ഷം ചപ്പാത്തി അയക്കാൻ ലോക്നാഥ് ബെഹ്റ തീരുമാനിച്ചു. ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് ബെഹ്റ നിർദ്ദേശം നൽകി. ആദ്യഘട്ടമായി 50,000 ചപ്പാത്തി പാക്ക് ചെയ്ത് അയക്കാൻ തീരുമാനിച്ചു. ചപ്പാത്തി പാക്കറ്റുകൾ ഇന്നലെ തന്നെ ചെന്നൈയിലേക്ക് അയച്ചു. വീണ്ടും 1 ലക്ഷം ചപ്പാത്തി കൂടി അടിയന്തരമായി നിർമ്മിക്കാനും തീരുമാനമായി. കണ്ണൂർ, വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് ലോക്നാഥ് ബെഹ്റ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. നിർമ്മാണം പൂർത്തിയാകുന്ന ചപ്പാത്തികൾ വിമാനത്തിൽ ചെന്നൈയിലെത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ചുകൂടി കൂട്ടിയിട്ടേ കുറച്ച് അയക്കാൻ കഴിയും. ഞാൻ ബാക്കി ഈ കാര്യങ്ങൾ ട്രിവാൻഡ്രം സെൻട്രൽ പ്രിസൺ മാത്രമല്ല, കണ്ണൂർ വിയൂരിൽ പറഞ്ഞു അവർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഇവിടെ എയർ ലിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. ചപ്പാത്തി അയക്കുന്ന നടപടി പൂർത്തിയാകുന്നതോടെ ബെഹ്റ ജയിലിന്റെ പടിയിറങ്ങും. സ്ഥലമാറ്റ തീരുമാനത്തിൽ പ്രതിഷേധിച്ച ഡിസംബർ 18 വരെ ബെഹ്റ അവധിയിലായിരിക്കും. കേരളത്തിലെ ജയിൽ ചപ്പാത്തിയുടെ ഖ്യാതി തമിഴകത്ത് എത്തിച്ചതിന്റെ ക്രെഡിറ്റുമായാണ് ബെഹ്റ ജയിൽ മേധാവി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.